ഹലോ ഫ്രണ്ട്സ്, ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വീഡിയോയിൽ ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന്റെ ലൈഫ് കുറയുകയും അതിന് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ഉണ്ടാവുകയും ചെയ്യും. ഈ ചെറിയ ചെറിയ ഈ തെറ്റുകൾ നമ്മൾ വരുത്താതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന്റെ ലൈഫ് വർദ്ധിപ്പിക്കാനും അതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ നമുക്ക് ഒഴിവാക്കാനും പറ്റും. അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തെ കാര്യം, ഇൻഡക്ഷൻ കുക്കർ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുക, അതൊരു പൊടി പിടിച്ച സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ വെക്കുമ്പോൾ ഇപ്പോൾ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇൻഡക്ഷൻ കുക്കർ വെക്കുക. അതിനകത്ത് പൊടിയും അഴുക്കും ഒന്നും കയറി അധികം ആകാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുകയും വേണം. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ വെറുതെ എടുത്ത് തുടച്ച് വെച്ചാൽ പോരെ. നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ ഹോളുകൾ അടഞ്ഞിരിക്കും. ഈ ഹോളുകൾ അടഞ്ഞിരുന്നാൽ ഇപ്പോൾ ഇതിനകത്തൊരു ഫാനുണ്ട്, പ്രോപ്പറായിട്ട് എയർ നമുക്ക് പുറത്തേക്ക് പോവില്ല. അപ്പോൾ എയർ പുറത്തേക്ക് പോയിരുന്നാൽ ഇതിനകത്ത് ചൂട് നിൽക്കുകയും ഈ ഇൻഡക്ഷൻ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഇത് വരുന്ന സമയത്ത് നമ്മുടെ ഇതുപോലുള്ള ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇത് വൃത്തിയാക്കാം. ഇത് ഇടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിന്റെ ലൈഫ് വർദ്ധിപ്പിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് പ്രോപ്പറായിട്ടിരുന്നെങ്കിൽ മാത്രമേ ഇതിനകത്ത് നിന്ന് എയർ നമുക്ക് പുറത്തേക്ക് പോയി ഇതിനകത്തുള്ള ചൂട് ഒഴിവായി കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പ്രോപ്പറായിട്ട് ഈ ചൂട് പുറത്തേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലൈന്റ് വരും. അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ച ശേഷം ഡയറക്റ്റ് പവർ ഓഫ് ചെയ്യരുത്. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിന്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്ത് അതിന്റെ ഫാനിന്റെ റൊട്ടേഷൻ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആ ഫാനിന്റെ സൗണ്ട് നിന്നതിന് ശേഷം മാത്രം നമ്മൾ പ്ലഗ് ഓഫ് ചെയ്യുക. നമ്മൾ ഡയറക്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് കൊണ്ട് അതിനകത്തുള്ള ഈ ഫാൻ കൃത്യസമയം വർക്ക് ചെയ്യാതിരിക്കുക, അകത്ത് ചൂട് പ്രോപ്പറായിട്ട് പുറത്ത് പോകാതിരിക്കുകയും അകത്ത് IGBT ഒക്കെ അതായത് അതിനകത്തുള്ള കമ്പോണൻസ് കംപ്ലൈന്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഫാൻ വർക്ക് ചെയ്ത് നിന്നതിന് ശേഷം മാത്രം ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്യുക, അതായത് പവർ ഓഫ് ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്യുന്ന സാധനങ്ങൾ അതിൻ്റെ മുകളിൽ കവിഞ്ഞൊഴുകാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പാല് തിളപ്പിക്കുന്നു അല്ലെങ്കിൽ കറി വെക്കുന്നു, ആ സമയങ്ങളിൽ ഇതെല്ലാം അതിൻ്റെ തിളച്ച് തൂവി അതിൻ്റെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പുറത്ത് വീഴും. അത് വീഴാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പാലൊക്കെ ചൂടാക്കുമ്പോൾ അതിനകത്ത് മിൽക്ക് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാലൊന്നും തിളച്ച് തൂവാതെ തന്നെ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഈ ഇൻഡക്ഷൻ കുക്കറിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലോ ബോഡിക്ക് ചെറിയ പൊട്ടലോ ചെറിയ ക്രാക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഴുന്ന സാധനങ്ങൾ ഇൻഡക്ഷൻ കുക്കറിനകത്ത് ഇറങ്ങി ഇൻഡക്ഷൻ കുക്കർ കംപ്ലൈന്റ് ആവുകയും ചെയ്യും. നാലാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ പ്രോപ്പറായിട്ടൊരു പ്ലഗിൽ ഈ ഇൻഡക്ഷൻ കുക്കർ കുത്തുക എന്നുള്ളത്. നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡുകളൊന്നും ഉപയോഗിച്ചിട്ട് ഇൻഡക്ഷൻ കുക്കർ, അതായത് നല്ല പ്രോപ്പറായിട്ട് വയറിട്ട് ചെയ്യാത്ത നമ്മുടെ സാധാ ലോക്കൽ കിട്ടുന്ന ഈ എക്സ്റ്റൻഷൻ ബോർഡുകളൊന്നും ഉപയോഗിച്ചിട്ട് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാതിരിക്കുക. നല്ല ടൈറ്റുള്ള പ്ലഗിൽ മാത്രം ഈ ഇൻഡക്ഷൻ കുക്കറിന്റെ ഈ സോക്കറ്റിൽ മാത്രം ഈ പ്ലഗ് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിന്റെ കോഡ് വയർ കുത്തുക. അത് നമ്മൾ കുത്തി ഓൺ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ സ്പാർക്കിങ്ങിന്റെ സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിന്റെ ഈ കോഡ് വയർ നമുക്ക് ഉരുവി പോകാനും ഇതുപോലെ ഈ പിന്നുകൾ നമുക്ക് കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഡാമേജ് ആയിട്ടുള്ള ഒരു പ്ലഗാണ്. കരിഞ്ഞു പോയിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലഗ് കുത്താത്തത് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഇൻഡക്ഷൻ ബോർഡ് ലോഡ് എടുക്കുന്ന സമയത്ത് ഈ ഇൻഡക്ഷൻ ഈ AC കോഡ് അതിനകത്ത് സ്പാർക്ക് ചെയ്ത് ചൂടാവും, ഈ ലെഗുകൾ ഉരുവി പോവുകയും ചെയ്യും. ഇനി അഞ്ചാമത്തെ കാര്യം, അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം ഇൻഡക്ഷൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മാർക്കിങ്ങിനകത്തുള്ള പാത്രങ്ങൾ മാത്രമേ ഇൻഡക്ഷന്റെ മുകളിൽ വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഇൻഡക്ഷൻ, അതായത് എഫിഷ്യൻ്റ് ആയിട്ട് ഇൻഡക്ഷൻ വർക്ക് ചെയ്യുന്നത്, ചൂട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നത് ഈ ഒരു മാർക്കിങ്ങിനകത്ത് മാത്രമായിരിക്കും. ഇതിനകത്ത് കവിഞ്ഞ് ഉള്ള പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ നമ്മൾ വെള്ളം ചൂടാക്കിയതിന് ശേഷം പാത്രം ഇതിൽ തന്നെ വെച്ചേക്കാതെ അന്നേരം തന്നെ എടുത്ത് മാറ്റി വെക്കണം. ഇതിങ്ങനെ വെച്ചിരുന്നാൽ ഈ ബോഡി ഉരുവിപ്പാൻ ഇതിനകത്തോട്ട് ചൂട് പിടിക്കാനും സാധ്യതയുണ്ട്. അത് ഇൻഡക്ഷനൊക്കെ ഒരുപാട് ഡാമേജുകൾ വരും. ഈ സൈഡെല്ലാം നമുക്ക് ഉരുവി പോവും. അതുകൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇൻഡക്ഷനിൽ നിന്ന് പാത്രം ഇറക്കി മാറ്റി വെക്കണം.
പിന്നെ അതുപോലെ ഓവർലോഡിങ്, അതായത് നിങ്ങൾ ഒരുപാട് ഭാരമുള്ള സാധനങ്ങൾ ഇൻഡക്ഷൻ കുക്കറിന്റെ പുറത്ത് വെക്കാതിരിക്കുക. അതിന് കൊമേഴ്സ്യൽ ഇൻഡക്ഷൻ കുക്കറുകളുണ്ട് ഒരുപാട് ഭാരം വെക്കാൻ വേണ്ടിയിട്ട്, അത് ഉപയോഗിക്കുക. അതല്ല നമ്മുടെ ഈ നോർമൽ ഇൻഡക്ഷൻ കുക്കറിനകത്ത് ഒരുപാട് ഭാരം കയറ്റി വെച്ച് ആ ബോഡി പൊട്ടിച്ച് കളയാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.